അങ്ങനെ ഞാനിവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു 15 ദിവസം കഴിയുകയും ചെയ്തു. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം നന്നേ അങ്ങ് കുറഞ്ഞു. അതായത് പറയുകയാണെങ്കിൽ ഒരു 8-9 കിലോയുടെ അടുത്ത് കുറഞ്ഞു. രണ്ടാമത് പലതരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, കരളിലെ ഈ പറഞ്ഞ കൊഴുപ്പിൻ്റെ അളവ്, ഇവയെല്ലാം പതുക്കെ കുറയാനും തുടങ്ങി. അപ്പോൾ അതിനകത്ത് മുഖ്യമായിട്ടുണ്ടായിരുന്നത് ഒന്ന് ഭക്ഷണക്രമമാണ്. ഓരോ ശരീരങ്ങൾക്കനുസൃതമായിട്ടാണ് ഭക്ഷണക്രമം മാറുന്നത്. അപ്പം അതുപോലെയുള്ള എനിക്കായിട്ടൊരു ഭക്ഷണക്രമം തന്നെ തയ്യാറാക്കപ്പെട്ടു. അതുപോലെ തന്നെ വ്യായാമവും ചിട്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ 15 ദിവസം ഞാനത് പാലിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യത്യാസം എനിക്ക് പൂർണ്ണമായി വളരെ വ്യത്യാസം എൻ്റെ ശരീരത്തിൽ വന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ ഡയറ്റ് ഡിസൈൻ ചെയ്ത് അതുപോലെയുള്ള വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തി ഒരു എന്താ പറയേണ്ട ഒരു ജീവിത ശൈലി തന്നെ ചൈതന്യയിൽ ഉണ്ടാക്കി ചൈതന്യയിൽ നിർമ്മിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരത് വീട്ടിൽ ചെന്നിട്ട് അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലം ഉറപ്പാണ്. ഓം. ഞാൻ സ്വാമി ആനന്ദതീർത്ഥ. കഴിഞ്ഞ ഒരു 22 കൊല്ലമായിട്ട് ഞാൻ ഉത്തരകാശിയിൽ, അതായത് ഹിമാലയത്തിൽ ഗംഗയുടെ തീരത്തിലാണ് താമസിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് വാഗമണ്ണിൽ ആത്മാനന്ദം എന്ന് പറയുന്ന ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സാധനാ പ്രക്രിയയിൽ ഞങ്ങൾ സ്വസ്വരൂപാനുസന്ധാനം എന്ന് പറയും. അതായത് സ്വയത്തെ അനുസന്ധാനം ചെയ്യുക, സ്വയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഴുവൻ രീതിയും. അപ്പോൾ അതിൽ ഇപ്പോൾ സ്വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സാധകർ ഇതിൽ ചിന്തിക്കുന്ന സമയത്ത് സ്വയം എന്ന് പറയുന്നത് ആത്മാവിനെ വിവക്ഷിക്കുന്നതാണ്. ശരീര മനോബുദ്ധികൾക്കപ്പുറമായ ഒരാത്മാവ്. അതിൽ തന്നെ അതിൻ്റെ ചിന്തനം, അതാണ് സ്വസ്വരൂപാനുസന്ധാനം എന്ന് പറഞ്ഞ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീര മനസ്സുകളെ നമ്മളങ്ങ് ഉപേക്ഷിക്കും. ശരീര മനസ്സുകളെ ഉപേക്ഷിക്കുന്ന ആ ഉപേക്ഷ ശരീരത്തിൽ രോഗങ്ങളായിട്ട്, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ട് കാണപ്പെടാൻ തുടങ്ങും. അപ്പം 10-50 വയസ്സ് വരെ ഇത് അറിയുന്നില്ലായിരുന്നു, ഒന്നും അറിയുന്നില്ലായിരുന്നു. വളരെ സ്മൂത്തായിട്ട് പോയി, ആരോഗ്യമുള്ള സമയത്ത് ഒരു കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞപ്പം ശരീരത്തിന് ഒരു 50 വയസ്സിൻ്റെ മേലെ പ്രായമായപ്പം ഇത് പ്രകടമാകാൻ തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സ്വയത്തെ അഭിസംബോധന ചെയ്യുന്നൊരു ശീലമുള്ളത് കാരണം, ശരീരവും സ്വയത്തിൽ ഉൾപ്പെടുന്നത് കാരണം ഞാൻ ബോധപൂർവം ചിന്തിച്ചു, ഇത് എൻ്റെ ശരീരത്തിലാണല്ലോ ഇത് സംഭവിക്കുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തെ അഭിസംബോധന ചെയ്യണമെന്നുള്ള ബോധം വന്നു. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ, ശരീരത്തിലുണ്ടായ ഫലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രോഗമോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസോ എന്ത് വേണമെങ്കിലും പറയാം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുക, കരളിലുള്ള കൊഴുപ്പിൻ്റെ അളവ് കൂടൽ, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഇത്യാദികളെല്ലാം നമ്പേഴ്സ് വളരെ കൂടി. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഭാരവും ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. അപ്പം ഈ സംഭവങ്ങളുണ്ടായപ്പം എനിക്ക് തോന്നി, നമ്മൾ ഈ പറഞ്ഞ ആത്മാവിൽ നിന്നും അത് ചിന്ത തന്നെ എടുത്തിട്ട് ശരീരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിച്ച് ഞാൻ അങ്ങനെ ഒരു വ്യസന ഇതിലായിരുന്നത്. അങ്ങനെ യാദൃച്ഛികമായിട്ട് ചൈതന്യയിലെ ഡോക്ടർ സാറിനെ പരിചയപ്പെടാനൊരു ഇടവന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ തന്നെ നമ്മളെ അഡ്രസ്സ് ചെയ്തേ മതിയാകൂ, നമ്മളിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ മതിയാവൂ. അപ്പം അദ്ദേഹം ഗ്യാരണ്ടി പറഞ്ഞു, അതായത് നിങ്ങൾ വരൂ, ഇവിടുത്തെ വന്ന് നോക്കൂ, ഒരു 21 ദിവസം ഇവിടെ നിന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും സമയം ഉണ്ടാകത്തില്ല, 10-15 ദിവസത്തേക്കെങ്കിലും വരൂ, എന്തായാലും വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു 15 ദിവസം കഴിയുകയും ചെയ്തു. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം നന്നേ അങ്ങ് കുറഞ്ഞു. അതായത് പറയുകയാണെങ്കിൽ ഒരു 8-9 കിലോയുടെ അടുത്ത് കുറഞ്ഞു. രണ്ടാമത് പലതരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, കരളിലെ ഈ പറഞ്ഞ കൊഴുപ്പിൻ്റെ അളവ്, ഇവയെല്ലാം പതുക്കെ കുറയാനും തുടങ്ങി. ഇവിടെ മുഖ്യമായിട്ടുള്ളത്, പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഈ മരുന്നുകളും അതുപോലെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് പരിശീലിച്ചിട്ടുള്ള ശീലമേ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സാ രീതി, അതായത് പ്രകൃതി ചികിത്സാ രീതി എനിക്ക് വളരെ അനുയോജ്യമായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥയോടെ പറഞ്ഞു, നിങ്ങളെ അറിയണം, അതായത് ശരീര മനോബുദ്ധികൾ നിങ്ങളെ അറിയണം. അപ്പോൾ ആ രീതിയിലുള്ള ചികിത്സാക്രമമാണ് മൊത്തം ഇവിടെ നടന്നത്. അപ്പോൾ അതിനകത്ത് മുഖ്യമായിട്ടുണ്ടായിരുന്നത് ഒന്ന് ഭക്ഷണക്രമമാണ്. ഓരോ ശരീരങ്ങൾക്കനുസൃതമായിട്ടാണ് ഭക്ഷണക്രമം മാറുന്നത്. അപ്പം
അതുപോലെയുള്ള എനിക്കായിട്ടൊരു ഭക്ഷണക്രമം തന്നെ തയ്യാറാക്കപ്പെട്ടു. അതുപോലെ തന്നെ വ്യായാമവും ചിട്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ 15 ദിവസം ഞാനത് പാലിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യത്യാസം എനിക്ക് പൂർണ്ണമായി വളരെ വ്യത്യാസം എൻ്റെ ശരീരത്തിൽ വന്നു. അങ്ങനെ ഞാൻ ഇന്നോടെ ഞാനത് തീർക്കുകയാണ്. ഇന്ന് 15ാമത്തെ ദിവസം ഞാനത് മുഴുവൻ തീർക്കുകയാണ്. വളരെ സംതൃപ്തനുമാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള പൂർണ്ണമായ ആത്മാർത്ഥത, അതായത് അതുമാത്രമല്ല അതിലുള്ള വിശ്വാസം, അത് അദ്ദേഹം തന്നെ ജീവിതത്തിൽ പരീക്ഷിച്ച് എത്തിച്ചേർന്ന കൺക്ലൂഷനുകൾ വെച്ചിട്ട് എപ്പോഴും മാറ്റാവുന്ന രീതിയിലാണ് ഈ ചികിത്സാ സമ്പ്രദായം തന്നെ പോകുന്നത്. അപ്പം ഓരോരുത്തർക്കും അവരവരുടേതായ ഡയറ്റ് ഡിസൈൻ ചെയ്ത് അതുപോലെയുള്ള വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തി എന്താ പറയേണ്ട ഒരു ജീവിത ശൈലി തന്നെ ചൈതന്യയിൽ ഉണ്ടാക്കി ചൈതന്യയിൽ നിർമ്മിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരത് വീട്ടിൽ ചെന്നിട്ട് അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലം ഉറപ്പാണ്. ഇതാണ് എനിക്കിവിടുന്ന് മനസ്സിലായത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും ഇതിൽ ഡെഡിക്കേറ്റഡ് ആണ്. 2 മക്കളും ഡോക്ടേഴ്സാണ്. ഇതേ ഫീൽഡിൽ തന്നെ ഡോക്ടേഴ്സാണ്. ഇവിടുത്തെ ഈ ചികിത്സാ രീതിയും അവരുടെ ആ സ്നേഹവും പിന്നെ ആത്മാർത്ഥതയും എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.